എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കളക്ഷൻ കമാൻഡ് ലൈനിൽ കൂടെ ബ്രൂണോ സീല യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് ബ്രൂണോ സീലയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വിത്ത് ബ്രൂണോ സീല യു ക്യാൻ റൺ യുവർ API കളക്ഷൻസ് വിത്ത് ഈസ് യൂസിങ് സിമ്പിൾ കമാൻഡ് ലൈൻ കമാൻഡ്സ്. ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ടു ടെസ്റ്റ് യുവർ APIs in different environments, automate your testing process and integrate your API test with your continuous integration ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വർക്ക് ഫ്ലോസ്. ബ്രൂണോ സീല യൂസ് ചെയ്ത് നമുക്ക് APIs ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സിൽ റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ടെസ്റ്റിംഗ് പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനും API ടെസ്റ്റ് കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ പൈപ്പ്ലൈൻ്റെ കൂടെ ഡിപ്ലോയ്മെൻറ്റ് വർക്ക് ഫ്ലോസിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ബ്രൂണോ സീല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കമാൻഡ് യൂസ് ചെയ്താണ് ബ്രൂണോ സീല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ കമാൻഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമാൻഡ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ബട്ടനെ പ്രസ് ചെയ്യുന്നു. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ബ്രൂണോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇതാണ് ബ്രൂണോയുടെ UI ഇൻ്റർഫേസ്. ഞാൻ ഇത് ഡാർക്ക് തീമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് തീം ചേഞ്ച് ചെയ്യാം. ഇവിടെ തീമിനകത്ത് ഡാർക്ക് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഈ കളക്ഷനകത്ത് റിക്രസ് എന്ന് പറഞ്ഞൊരു കളക്ഷനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൂണോയ്ക്കകത്ത്. ഈ കളക്ഷൻ്റെ അകത്ത് 5 API റിക്വസ്റ്റുകളുണ്ട്. ക്രിയേറ്റ് യൂസർ, ഗെറ്റ് യൂസർ, അപ്ഡേറ്റ് യൂസർ, പാർഷ്യൽ അപ്ഡേറ്റ് യൂസർ, പിന്നെ ഡിലീറ്റ് യൂസർ. അപ്പോൾ ഈ 5 റിക്വസ്റ്റിൻ്റെ കേസിൽ ഞാൻ അസേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അസേർട്ട് ടാബിനകത്ത് സ്റ്റാറ്റസ് കോഡ് ചെക്ക് ചെയ്യാൻ അസേഷൻ സെയിം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് കോഡിൻ്റെ അസേഷനാണ് ലാസ്റ്റ് 4 റിക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് യൂസറിൻ്റെ കേസിൽ വരുന്ന റെസ്പോൺസും കൂടെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ എൻവയോൺമെൻറ്റ് QA എന്നുള്ളത് ചൂസ് ചെയ്യുവാണ്. ചൂസ് ചെയ്തപ്പോൾ എൻവയോൺമെൻറ്റ് ചേഞ്ച് ടു QA എന്നുള്ളത് വന്നു. അതുപോലെ ബേസ് വേണ്ട വാല്യൂ നിങ്ങൾക്ക് ഇവിടെ ഹോവർ ചെയ്തപ്പോൾ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ കളക്ഷനായിട്ട് ആദ്യമേ റൺ ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ബ്രൂണോ സീലയെ വെച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യും. കളക്ഷനായിട്ട് റൺ ചെയ്യാൻ വേണ്ടി 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. റൺ കളക്ഷൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഒരു റിക്വസ്റ്റ് ഞാൻ ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗെറ്റ് യൂസറിൻ്റെ അവിടെ പർട്ടിക്കുലർ റിക്വസ്റ്റ് ഫെയിൽ ആയിരിക്കുന്നത്. ഞാനത് പാസ്സാക്കാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റസ് കോഡ് ആഡ് ചെയ്യുവാണ്. ഇതൊരു ഗെറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ 200 ആണ് എക്സ്പെക്റ്റഡ് സ്റ്റാറ്റസ് കോഡ്. അത് ഞാൻ ഇൻറ്റൻഷ്യലി ഫെയിൽ ആകുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. ഞാൻ തിരിച്ച് 200 ആക്കുവാണ്. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സേവ് ബട്ടൺ കാണാം. അപ്പോൾ ഈ ഒരു ബട്ടണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ബ്രൂണോയുടെ വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എബൌട്ട് ബ്രൂണോ എന്നുള്ള സെക്ഷനകത്ത് നോക്കി നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വേർഷൻ 0.27.2 എന്നുള്ള വേർഷനാണ്. അപ്പോൾ ഈ വേർഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ ഈ കളക്ഷൻ കമാൻഡ് ലൈനിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ കളക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന സിക്കകത്ത് യൂട്യൂബ് എന്ന ഫോൾഡറിനുള്ളിൽ ബ്രൂണോ എന്നൊരു ഫോൾഡറുണ്ട്. അതിൻ്റെ അകത്ത് API ടെസ്റ്റിംഗ് എന്നൊരു ഫോൾഡറുണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാൻ ഈ റിക്വസ്റ്റുകൾ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യുവാണ്. എവിടെയാണോ ബ്രൂ ഫയൽസ് ഉള്ളത്, എൻവയോൺമെൻറ്റ്സ് ഉള്ളത്, ആ ഒരു ലൊക്കേഷനിലായിരിക്കണം നിങ്ങൾ കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യേണ്ടത്. CMD എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ലൊക്കേഷനിൽ കമാൻഡ് ലൈൻ ഓപ്പൺ ആവും. ഇനി കളക്ഷൻ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് ഇതാണ്. ബ്രൂ ---env എന്നുള്ള ഫ്ലാഗ് പാസ് ചെയ്യുക. ഇപ്പം എൻ്റെ കേസിൽ ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. ആ എൻവയോൺമെൻറ്റിലാണ് ബേസ് യൂസറിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ---environment എന്നുള്ള ഫ്ലാഗ് പാസ് ചെയ്തിട്ട് ഏതാണോ എൻവയോൺമെൻറ്റ് വാല്യൂ ആ വാല്യൂ കറക്റ്റായിട്ട് പാസ് ചെയ്യണം. ഞാൻ ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം കമാൻഡ് ലൈനിൽ
പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. റണ്ണിങ് ഫോൾഡർ റിസീവ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് റിക്വസ്റ്റ് എക്സിക്യൂട്ടായി. സെക്കൻഡ് റിക്വസ്റ്റ് എക്സിക്യൂട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗെറ്റ് യൂസർ 200 ഒക്കെ അത് പാസ്സായിട്ടുണ്ട്. അതായത് 201 ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരുന്നു, അത് ഞാൻ 200 ആക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 5 റിക്വസ്റ്റ് ഉണ്ട്, 5 റിക്വസ്റ്റും പാസ്സായി. 4 ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ 4 ടെസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അസേഷൻസ് ടോട്ടൽ 7 ഉണ്ട്. 4 ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് യൂസറിൻ്റെ കേസിൽ ടെസ്റ്റ് ടാബിൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് കേസസ് ആണ്. ഈ 4 ടെസ്റ്റ് കേസ് കൂടെ കൂട്ടിയാണ് ഇവിടെ സമ്മറിയിൽ ബ്രൂണോ സീലയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ 4 ടെസ്റ്റാണ് ഈ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 4 ടെസ്റ്റ് കേസ് ഉണ്ടായിരുന്നു, അത് 4 പാസ്സായി. അതുപോലെ അസേഷൻസ് ടാബിൽ 5 റിക്വസ്റ്റിലുമായിട്ട് ടോട്ടൽ 7 അസേഷൻസ് ഉണ്ട്. ആ 7 അസേഷനും പാസ്സായി. 5 റിക്വസ്റ്റും അതുകൊണ്ട് പാസ്ഡായി. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോ സീലയെ വെച്ച് കളക്ഷൻ കമാൻഡ് ലൈനിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.